സ്കൂളവധിക്കാലത്ത് അമ്മാന്റെ പിറന്നാളിന് ഇരട്ടി മധുരമേകി ജപ്പാൻ സഹപാഠി ഡെയ്ഗന്റെ വരവ്. വർഷങ്ങൾക്കിപ്പുറമുള്ള കൂടിക്കാഴ്ച ഇരു കുടുംബത്തിലും ആഹ്ലാദം നിറച്ചു. വിപ്രോയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന തോട്ടക്കാട്ടുകര സ്വദേശി അജ്മലിന്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായാണ് ഭാര്യ റോഷ്നയും ഏകമകനായ മുഹമ്മദ് അമാനുമൊത്ത് അദ്ദേഹം ജപ്പാനിലെത്തിയത്. അവിടെ എനീഷി ഇന്റർനാഷണൽ സ്കൂളിൽ അമാനെ ചേർത്തു. ആശയവിനിമയത്തിന് പ്രയാസപ്പെട്ടിരുന്ന അമാന്റെ കുടുംബത്തിന് സഹായമായി എത്തിയത് അമാന്റെ സഹപാഠി ഡെയ്ഗന്റെ മാതാവ് മിമി കൊമേറിയയാണ്. മാല്യങ്കര SNM എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്ന റോഷ്നയും അമേരിക്കൻ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മിമിയും തമ്മിൽ നല്ലൊരു സൗഹൃദം അവിടെ വളർന്നു. ഒപ്പം അമാന്റെയും ഡെയ്ഗന്റെയും. ഞാൻ അജ്മൽ, ഞാനിവിടെ ഇൻഫോ പാർക്കിൽ വിപ്രോയിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓൺ സൈറ്റ് റിക്വയർമെന്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ജപ്പാനിൽ ആദ്യം പോകുന്നത്. അപ്പോൾ ആദ്യം പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ വർക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ആയപ്പോഴാണ് ഞാൻ ഫാമിലി ആയിട്ട് പോയത്. അപ്പോൾ ഫാമിലി ആയിട്ട് പോയപ്പോൾ അമ്മാൻ ഇവിടെ UKG പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ അവിടുത്തെ ഗ്രേഡ് കിൻഡർ ഗാർഡൻ അങ്ങോട്ട് അഡ്മിഷൻ എടുത്തപ്പോൾ ലോക്കൽ സ്കൂളെല്ലാം ജാപ്പനീസ് ആയതുകൊണ്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ സ്കൂളിലോട്ടാണ് നോക്കിയത്. അവിടെ അങ്ങനെയാണ് നമ്മുടെ അടുത്തൊരു എനിഷി ഇൻ്റർനാഷണൽ സ്കൂള് നമ്മൾ കാണുന്നതും നമ്മളവിടെ അമ്മാനെ ചേർക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഡെയ്ഗനെയും മിമിയെയും മീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയി ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നു. അജ്മൽ തന്റെ ജപ്പാൻ ദൗത്യം പൂർത്തിയാക്കി കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് മടങ്ങിയെങ്കിലും അവർ അവിടെ സൗഹൃദം ഉപേക്ഷിച്ചില്ലായിരുന്നു. സ്കൂൾ അവധിക്കാലമായതോടെ അടുത്തടുത്ത ദിവസങ്ങളിലായി വരുന്ന ഡെയ്ഗന്റെയും അമാന്റെയും പിറന്നാൾ ആഘോഷിക്കാൻ അമ്മ മിമിയോടൊപ്പം ഡെയ്ഗൻ കേരളത്തിലെത്തി. ജപ്പാൻ യാത്രയിലെ അമാന്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് അമാനു വേണ്ടി മാതാവ് ഇംഗ്ലീഷിൽ എഴുതിയ മൈ ജപ്പാൻ അഡ്വഞ്ചർ എന്ന പുസ്തകം അമാൻ ഡെയ്ഗന് സമ്മാനിച്ചു. എന്റെ പേര് റോഷ്ന. നമ്മള് എറണാകുളത്ത് നിന്നാണ്. അപ്പൊ നമ്മള് 2023 നമ്മള് ഹസ്ബൻഡിന്റെ വർക്ക് റിലേറ്റഡ് ആയിട്ട് ജപ്പാനിൽ പോകേണ്ടി വന്നു. അപ്പൊ അങ്ങനെ നമ്മള് നഗോയയിലാണ് സ്റ്റേ ചെയ്തത്. അപ്പൊ അവിടെ ഇവൻ എനിഷി ഇന്റർനാഷണൽ സ്കൂളിലാണ് കിൻഡർ ഗാർട്ടനിൽ ജോയിൻ ചെയ്തു. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ മിമീനെ മീറ്റ് ചെയ്തത്. ഇത് മിമി കൊമോറി. അപ്പൊ അവരുടെ മോനാണ് ഡെയ്ഗൻ കൊമോറി. അപ്പൊ അവിടെ വെച്ച് നമ്മൾ നല്ല ക്ലോസ് ആയി. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബാരിയർ ഉണ്ട്. അവിടെ എല്ലാവർക്കും ജാപ്പനീസേ അറിയുള്ളൂ. അപ്പൊ ഇവർക്ക് ഇംഗ്ലീഷ് അറിയണോണ്ട് നമുക്ക് വലിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇവര് നല്ല ഫ്രണ്ട്സ് ആയി. അങ്ങനെ നമ്മൾ അവിടെ ഒരു വർഷത്തോളം നിന്നു. പിന്നെ നമ്മള് വാട്സപ്പിൽ കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ഡെയ്ഗനും അമാനും മിമിയും ഞാനുമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് ഇവര് നമ്മളെ കാണാനായിട്ട് കേരളത്തിലേക്ക് വന്നത്. പിറന്നാൾ ആഘോഷം കൂടാതെ ഡെയ്ഗന് ലഭിച്ച മറ്റൊരു ഭാഗ്യമാണ് JCI കൊച്ചിൻ സംഘടിപ്പിച്ച ഓൾ കേരള ചെസ് ചാമ്പ്യൻഷിപ്പ്. ഹൈബീഡൻ MP ഡെയ്ഗനുമായി കളിച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. I'm Mimi from Japan. I'm so happy to be here in Kerala since we become friends in Nagoya in Enishi International School. The first time we saw Aman in the orientation day in international school, I was so happy to see Indian face because Daigen used to go to Tokyo Indian International School. So he wanted to keep Indian friend, but there's no Indian in Nagoya. But first time we went to orientation, we saw Aman, and I just went to talk to Rashner to make them close friend. Yeah, so I'm so happy to come to Kerala to see each other again. Yeah, so happy. Thank you for having us. ന്യൂസ് ബ്യൂറോ, പറവൂർ. അരനൂറ്റാണ്ടിന്റെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി പറവൂരിലെ ആദ്യത്തെ ഒപ്റ്റിക്കൽ ഷോറൂം. വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ 5000-ൽ പരം മോഡലുകൾ, റേബാൻ, കൊഡാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ. മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ്. ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ, അനുഭവം അതാണ് സത്യം.